അപർണ, ശരിക്കു പറഞ്ഞാൽ CBIക്ക് വീണ് കിട്ടിയ ഒരു തുറുപ്പ് ചീട്ടാണ് അർജുന്റെ ഈ അറസ്റ്റ്. ഈ അവസരത്തിൽ അർജുനെ പിടിച്ച് നന്നായി എന്ന് കുടഞ്ഞാൽ അയാൾ ഉള്ള സത്യം തത്ത പറയുന്നത് പോലെ പറയും. നമുക്കറിയാം, ബാലഭാസ്കറിന്റെ അപകട സമയത്ത് വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ വാഹനത്തിൽ ബാലുവിന് ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരാണ് ലക്ഷ്മിയും അർജുനും. അർജുൻ ബാലഭാസ്കറിന്റെ ഡ്രൈവർ ആകുന്നതിന് മുമ്പ് ബാലുവിന്റെ അടുത്ത സുഹൃത്തായ മാനേജറായ വിഷ്ണുവിന്റെ ഒപ്പം ജോലി ചെയ്ത ആളായിരുന്നു. വിഷ്ണുവാണ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായി അർജുനെ നിർദ്ദേശിക്കുന്നത്. വിഷ്ണു പലതവണ ഗൾഫിൽ പോയി മടങ്ങി വരുമ്പോൾ സ്വർണം കടത്തിയതിന് തെളിവുണ്ട്. അപ്പോൾ സ്വർണ്ണക്കടത്തുകാരനായ ഒരാളാണ് അർജുനനെ ബാലഭാസ്കറിന്റെ ഡ്രൈവറായി നിയോഗിക്കുന്നത്. ബാലഭാസ്കർ പരിചയപ്പെട്ടത് ലത എന്ന് പറയുന്ന പൂന്തോട്ടത്തെ രവീന്ദ്രൻ ലത ദമ്പതികളുടെ ലതയുടെ സഹോദരനായ നാരായണന്റെ മകനാണ് ഈ അർജുൻ എന്ന് പറയുന്നത്. അർജുൻ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾക്കൊപ്പം കൂടുന്നു, ATM റോബറിയിൽ പ്രതിയാകുന്നു, കഞ്ചാവ് കേസിൽ വരുന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഒരു നല്ല സ്വഭാവം വരട്ടെ, സൽസ്വഭാവിയായി മാറട്ടെ എന്ന് പറഞ്ഞാണ് ലത ബാലഭാസ്കറിന്റെ സുഹൃത്തായ വിഷ്ണുവിനെ പിടിച്ച് വിഷ്ണുവിനൊപ്പം ജോലി ചെയ്യാൻ അർജുനെ ബാലഭാസ്കറിന്റെ സഹായത്തോടെ നിയോഗിക്കുന്നതും പിന്നീട് ബാലഭാസ്കറിന്റെ ഡ്രൈവറായി അർജുൻ വരുന്നതും. ആ അർജുനാണ് അപകട സമയത്ത് വാഹനം ഓടിച്ചതെന്ന് തെളിഞ്ഞു. ആദ്യം അർജുൻ മൊഴിയൊക്കെ മാറ്റി പറഞ്ഞു. എന്നിട്ട് ബാലഭാസ്കറിന്റെ അച്ഛനും അമ്മയ്ക്കുമെതിരെ മാനനഷ്ടത്തിന് കോടിക്കണക്കിന് രൂപയുടെ കേസ് ഫയൽ ചെയ്തു. ഇപ്പോഴും ആ കേസ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് മാൽ പ്രാക്ടീസ് നടത്തിയ വ്യക്തിയാണ് അർജുൻ. അപ്പോഴും പോലീസിനും, അതായത് ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും അതുപോലെ തന്നെ CBIക്കുമൊക്കെ ഒരു സോഫ്റ്റ് കോർണർ അർജുനോട് തോന്നിയിരുന്നു, ഒരു സഹതാപം. അയാളും അപകടത്തിൽ പരിക്കേറ്റതല്ലേ, അപകടം നടന്നത് അപകടം തന്നെയാണല്ലോ, അതിനകത്ത് മറ്റ് ഇടപെടലുകളൊന്നുമില്ലെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട് കഴിഞ്ഞല്ലോ. അതുകൊണ്ട് അയാളെ ഇതുവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി തന്നെ ഉണ്ടായ വാഹനാപകടങ്ങൾ പരിശോധിക്കൂ. അതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ, അപകടത്തിൽപ്പെട്ട ആരെങ്കിലും മരിക്കുകയാണെങ്കിൽ മനഃപൂർവ്വമായ മനഃപൂർവ്വമായ നരഹത്യാ കുറ്റമോ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമോ ചുമത്തിയാൽ ഉടനെ തന്നെ ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കും. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. 6 വർഷമായി ബാലഭാസ്കർ മരിച്ചിട്ട്. ബാലഭാസ്കറിന്റെ ഭാര്യയായിരുന്ന ലക്ഷ്മിയെ ഇതുവരെ വേണ്ട വിധം അവരുടെ ഇൻഫർമേഷൻ, അവർക്ക് എന്തൊക്കെ പറയാനുണ്ട്, അത് അന്വേഷണ സംഘം എടുത്തിട്ടില്ല. മൊഴിയെടുപ്പ് എന്ന് പറയുന്നത് ഒരു സഹതാപത്തിന്റെ മുഖംമൂടി കൊണ്ട് മുഖംമൂടിയിട്ട് മറച്ച ശേഷം എന്ത് ചോദിക്കാനാണ്? സഹതാപമല്ല ഇനി ആവശ്യം സത്യം തെളിയിക്കുക എന്നുള്ളതാണ്. അത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന പേരുകളിലേക്കല്ല. ഇത് ജെനുവിനായിട്ടുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ കൃത്യമായി എന്തുകൊണ്ടാണ് ഇവർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആ ദിവസം വളരെ വേഗം തിരിച്ചത്, അന്ന് അവിടെ സ്റ്റേ ചെയ്യാൻ കണക്കിന് പോയിട്ട് എന്തുകൊണ്ട് ഇവർ പെട്ടെന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങി? അപ്പോൾ ചോദിക്കും, ഒരു സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞില്ല, അതിനു വേണ്ടിയല്ലേ എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല. അക്ഷയ് വർമ്മ എന്ന് പറയുന്ന സംവിധായകന്റെ സിനിമ ബാലഭാസ്കർ അവസാനമായി സംഗീതം ചെയ്ത സിനിമയാണ്. അതിനകത്ത് ഞാൻ പാട്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയുടെ കാര്യത്തിന് വേണ്ടി അല്ല ബാലഭാസ്കർ വന്നത്. അങ്ങനെയാണെങ്കിൽ ബാലഭാസ്കർ ഇത്ര വേഗത്തിൽ വരില്ല. ബാലഭാസ്കറിന്റെ അടുത്ത സുഹൃത്താണ് അക്ഷയ് വർമ്മ. അങ്ങനെ അവർ ഈ ഒരു വളരെ വേഗത്തിൽ വന്ന് പൂർത്തിയാക്കേണ്ട ചർച്ചയോ അല്ലെങ്കിൽ സിനിമാ സംബന്ധമായ ജോലികളോ അന്ന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നില്ല. മറ്റെന്തിനു വേണ്ടിയാണ്? അതുപോലെ തന്നെ മറ്റൊരു സംശയം, അന്ന് തമ്പിയും ലതയുടെ മകനും തിരുവനന്തപുരത്തുണ്ട്. ലതയുടെ മകന്റെയും തമ്പിയുടെ മൊബൈൽ ലൊക്കേഷൻ അന്ന് ജനറൽ ഹോസ്പിറ്റലിനും എയർപോർട്ടിനും അടുത്താണെന്ന് പോലീസ് പറയുന്നുണ്ട്. ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരെന്തിന് ബാലഭാസ്കറിനെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കാൻ കൊണ്ടുവന്ന ബാലഭാസ്കറിനെ അവിടെ നിന്ന് അനന്തപുരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു? അതെല്ലാം നമുക്ക് സംശയിക്കാൻ വേണമെങ്കിൽ മൊബൈൽ ലൊക്കേഷനൊക്കെ ശരിയാക്കാൻ തമ്പിയും ലതയുടെ മകനും എയർപോർട്ട് കേന്ദ്രീകരിച്ച് അന്ന് രാത്രി ഉണ്ടായിരുന്നുവെങ്കിൽ അതിനകത്ത് എന്തോ ദുരുദ്ദേശമില്ലേ എന്നൊക്കെ ആളുകൾ സംശയിച്ചാൽ, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള സാധാരണ മാധ്യമപ്രവർത്തകരെ സംശയിച്ചാൽ അതിന് തെറ്റു പറയാൻ പറ്റുമോ? അന്വേഷണ ഉദ്യോഗസ്ഥർ അർജുനെ ഈ സമയത്ത് ഈ ഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. പോലീസുകാരുടെ സഹായത്തോടെ തന്നെ പോലീസുകാർ പറയുന്നത് അതിനേക്കാൾ വലിയ മണ്ടൻ ന്യായമാണ്. അർജുന്റെ ഈ കേസും ബാലഭാസ്കറിന്റെ അപകടവും തമ്മിൽ ബന്ധമില്ലെന്നാണ് പോലീസ് പറയുന്നത്. അത് എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാം, അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യനും അറിയാം. അതല്ല പോലീസേ കാര്യം. ബാലഭാസ്കറിന്റെ അപകട സമയത്ത് വാഹനം ഓടിച്ച അർജുനെ നിങ്ങൾ ചോദ്യം ചെയ്തോ? നിങ്ങൾ കസ്റ്റഡിയിലെടുത്തോ? വാഹന അപകടവുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ടോ? പോലീസ് മുറിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ടോ? അതൊക്കെയാണ് അറിയേണ്ടത്. അല്ലാതെ ആ കേസും ഈ കേസും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ഏത് പൊട്ടക്കണ്ണനും പറയാൻ പറ്റും. അതൊരു DYSP ഇരുന്ന് പറഞ്ഞതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതിനകത്ത് വലിയ എടുത്തു പറയത്തക്ക സംഭവമൊന്നുമില്ല. അയാളെ CBIയുടെ പ്രത്യേക സംഘം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, ഹൈക്കോടതി നിർദ്ദേശാനുസരണം പുനരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന CBIയുടെ പ്രത്യേക സംഘം അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. അതുപോലെ തന്നെ ലക്ഷ്മിയെയും ചോദ്യം ചെയ്യണം. അതിലേക്കുള്ള നീക്കങ്ങൾ തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ കൃത്യമായി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ CBIക്ക് കൃത്യമായ ഒരു റിപ്പോർട്ട്
ആദ്യം നടത്തിയ അന്വേഷണ റിപ്പോർട്ടല്ല, പുനരന്വേഷണത്തിൽ വ്യക്തമായ ഫൈൻഡിങ്സോട് കൂടി ഒരു റിപ്പോർട്ട് കൊടുക്കാൻ കഴിയും. എന്തായിരുന്നു യാത്രയുടെ ലക്ഷ്യം, അമിത വേഗതയുടെ ലക്ഷ്യം എന്തായിരുന്നു, അപകടമായിക്കോട്ടെ, പക്ഷേ യാത്രയുടെ ലക്ഷ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതറിയുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ വെളിപ്പെടും. ഇതെന്തിനായിരുന്നു ഈ സംഭവം, എങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അപകടം എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് വ്യക്തത ലഭിക്കും.